പി അൻവർ നിലമ്പൂർ 20,000-ഓളം വോട്ട് പിടിച്ച് നല്ലൊരു അവിടെ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് പിടിച്ച ഒരാളെ UDF-ൽ എല്ലാവർക്കും മടിയാണ്. അത് വി ഡി സതീശൻ, ബാക്കി എല്ലാവർക്കും സമ്മതമാണ്. ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് സമ്മതമാണ്. പിന്നെ UDF-ൻ്റെ പല നേതാക്കൾക്കും അതിൽ സമ്മതമാണ്. പക്ഷേ വി ഡി സതീശന് എന്താണ് പ്രോബ്ലം എന്ന് അറിയില്ല. ഇനി അൻവർ ഇലക്ഷൻ്റെ ഒക്കെ മുന്നേ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയതിൽ DGP-ക്കും അജിത് കുമാറിന് പിണറായി സതീശൻ RSSൻ്റെ ക്യാമ്പിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ച ആ ദേഷ്യം പിണറായിയും സതീശനും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിട്ട് ഇത് കണക്കാക്കണം. പിണറായിൻ്റെ ശക്തമായ സതീശന് ഓർഡറുണ്ട്, എന്തോ രഹസ്യ ഓർഡറുണ്ട്, അൻവറിനെ ഒരിക്കലും മുന്നണിയിൽ എടുക്കരുത്. അൻവറിനോടുള്ള ദേഷ്യം പിണറായിക്ക്, അത് സതീശനും പിണറായിയും ഇന്നലെ ഒരു സ്റ്റേജിൽ പങ്കെടുത്തപ്പോൾ ആ ചിരിയും എല്ലാം കണ്ടാൽ അറിയത് അവർ തമ്മിൽ എന്തോ ഒരു ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ UDF-ലെ എല്ലാ വലിയ നേതാക്കൾക്കും സതീശൻ്റെയും സീനിയർ നേതാക്കൾക്ക് വരെ സമ്മതമാണ്. സതീശൻ മാത്രം വിലങ്ങിത്തടി. സതീശൻ എന്തോ ഒരു ഓർഡർ കിട്ടിയിട്ട് മാതിരി പിണറായിൻ്റെ ഓർഡർ കിട്ടിയ മാതിരിയാണ് തോന്നുന്നത്. അൻവറിനെ മുന്നണിയിലെടുക്കരുത്, അൻവർ പെരുവഴിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. പക്ഷേ അൻവറിനെ പോലത്തെ ഒരു ആൾ, ഇത്രയും വോട്ട് ഇതുള്ള ആൾ, അടുത്ത നിയമസഭാ ഇലക്ഷൻ ഇനിയും വരികയാണ്. അവിടെ വേറെ മുന്നണിയിൽ TMC സ്വന്തമായിട്ട് മത്സരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുന്നണിയിൽ കൂട്ടുപിടിച്ച് അവിടെ മെയിൻ സ്ഥാനാർത്ഥിയായിട്ട് അടുത്തതിൽ മത്സരിച്ച UDF ഇനിയും തോൽക്കും. അൻവർ 20,000 വോട്ട് പിടിച്ചുകൊണ്ട് മാത്രമാണ് UDF നിലമ്പൂർ ജയിച്ചത് ഈ പ്രാവശ്യം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അൻവർ മത്സരത്തിന് മാറി നിന്നിരുന്നെങ്കിൽ പോലും അവിടെ ഈ സ്വരാജ് ജയിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ VV പ്രകാശ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനെതിരെ പിടിച്ച 78,000 വോട്ട് എത്താനായിട്ടില്ല UDF-ന്, സൗഖ്യത്തിന്. അപ്പോൾ ഇത് വെച്ച് ഇപ്പോഴത്തെ വോട്ടിംഗ് പേസേജ് ഈ പ്രാവശ്യം കൂടുതലാണ്. അവിടെ പുതിയ വോട്ട് കൂടുതൽ വന്നിട്ട് പോലും ഇവർക്ക് VV പ്രകാശിൻ്റെ വോട്ട് പിടിക്കാൻ സൗഖ്യത്തിനായിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അൻവർ 20,000 വോട്ട് പിടിച്ചതാണ് അതിൻ്റെ മെയിൻ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ UDF അവിടെ 5,000 വോട്ടിനെങ്കിലും തോറ്റിരുന്നു. മിനിമം 10,000-15,000 വോട്ട് LDF-ൻ്റെ വോട്ട് അൻവർ പിടിച്ചുകൊണ്ടാണ് ഒരു UDF അവിടെ ജയിച്ചത്. അല്ലാതെ സൗഖ്യത്തിൻ്റെ മികവുകൊണ്ടോ UDF-ൻ്റെ മികവുകൊണ്ടല്ല. UDF ഇതുവരെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇതേമാതിരി എല്ലാവരും ഒരുമിച്ച് ആഞ്ഞ് പിടിച്ച് പ്രവർത്തിച്ചൊരു ഇലക്ഷൻ വേറെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അൻവറുടെ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അവർ ജയിച്ചത്. അല്ലെങ്കിൽ അവരെ സ്വന്തമായിട്ട് ഭൂരിപക്ഷം നേടണമെന്നുണ്ടെങ്കിൽ 30,000 ഭൂരിപക്ഷം വരേണ്ടിയിരുന്നു. അപ്പോൾ നമുക്ക് പറയാം UDF-ൻ്റെ പവർ കൊണ്ടാണ് ജയിച്ചത്. അൻവർ അവിടെ 20,000 വോട്ട് പിടിച്ചുകൊണ്ട് മാത്രമാണ് സ്വരാജ് അവിടെ തോറ്റത്. അൻവർ മത്സരത്തിനില്ലെങ്കിൽ എന്തായാലും അവിടെ സ്വരാജ് ജയിക്കായിരുന്നു. 5,000 വോട്ടിനെങ്കിലും സ്വരാജ് ജയിക്കും അവിടെ. ഈ സതീശൻ്റെ അഹങ്കാരം 2026 തെരഞ്ഞെടുപ്പിൽ കാണേണ്ടി വരും ഇതേ പോക്കാണെങ്കിൽ.